ശബ്ദം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത്. കാരണം അവർ രണ്ടുപേരും സാധാരണ. ഗായകൻ ശ്രീറാം നമ്മോടൊപ്പം ചേരുന്നു. ശ്രീറാം, വാണി ജയറാം വിടവാങ്ങിയിരിക്കുന്നു എന്ന വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. എങ്ങനെയാണ് അവരുടെ ഗാനങ്ങളെ, അവരുടെ സംഗീതത്തെ ഓർത്തെടുക്കുന്നത് താങ്കൾ? ആദ്യം തന്നെ മഹാഗായികയുടെ മുമ്പിൽ പ്രണാമം അർപ്പിക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മരണം. ഇപ്പൊ ഒന്നാമത് ഞങ്ങൾ ഗായകരെല്ലാം തന്നെ ഏറ്റവും സന്തോഷിച്ച ഒരു നിമിഷം ഉണ്ടായിരുന്നു കുറച്ചു നാൾക്ക് മുമ്പ്. പത്മഭൂഷൺ ലഭിച്ചു. അപ്പോ ഞങ്ങളുടെ ആരാധനാപാത്രമായ ഒരു സംഗീതജ്ഞയ്ക്ക് പത്മഭൂഷൺ ലഭിച്ചതിന്റെ ഒരു ആഹ്ലാദത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഞെട്ടിക്കുന്ന ഈ വാർത്ത ഇപ്പോ അറിഞ്ഞത്. സത്യം പറഞ്ഞാൽ വാക്കുകൾ വരുന്നില്ല എന്നുള്ളതാണ്. വാണിയമ്മയുടെ പാട്ടിനെ കുറിച്ച് ഒന്നും പറയാനൊന്നും ഞാനൊന്നും ആരുമല്ല. എത്രയോ പാട്ടുകളാണ് എന്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന പാട്ട്. ശങ്കരാഭരണത്തിലെ പാട്ട് തന്നെയാണ് എപ്പോഴും മനസ്സിന് ആദ്യം കടന്നു വരുന്ന പാട്ട്. മാനസസഞ്ചരയുടെ അതിപ്പോ കേട്ടാലും ഞാൻ കരയും. അത്ര നമ്മളെ ഹൃദയത്തിനകത്തേക്ക് നമ്മളെ കടന്നു കയറിയാണ് അവരുടെ ആലാപന ശൈലി നമ്മളെ കീഴ്പ്പെടുത്തുക എന്ന് വേണമെങ്കിൽ പറയാം. ഏതു തരം പാട്ടായിക്കോട്ടെ, കർണാട്ടിക് അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള ഗാനങ്ങൾ ഉൾപ്പെടെ അതിമനോഹരമായിട്ടാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. പെട്ടെന്ന് പാട്ട് പഠിച്ചെടുക്കാനുള്ള കഴിവ് അത് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ പാട്ട് പഠിച്ചെടുക്കുകയും അത് മനോഹരമായി അവതരിപ്പിക്കാനുള്ള പ്രത്യേക കഴിവ് എനിക്കും എൻ്റെ മകൾക്കും ഒരുമിച്ച് വാണിയമ്മയോടൊപ്പം 1-2 വേദികൾ പങ്കിടാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. പറയാൻ തുടങ്ങിയാൽ പാട്ടുകളെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ നമുക്കൊരു അവസാനം ഇല്ലാണ്ടായി പോകും. അത്രമാത്രം നമ്മൾ ഓരോ പാട്ടെടുത്ത് നോക്കിയാലും എന്തുമാത്രമായിട്ട് നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് ഈ ഗായിക എന്ന് മനസ്സിലാവും. അടുത്തിടെ ഇറങ്ങിയ പാട്ടുകളാണെങ്കിലും അല്ലെങ്കിൽ പഴയ തമിഴ് ഗാനങ്ങൾ ഏറെ മനോഹരമാണ്. എനിക്ക് മല്ലികൈ എൻ മന്നൻ മയങ്കും ആ പാട്ട്, അതുപോലെ 7 സ്വരങ്ങൾക്കും എത്തണൈ പാടൽ, അത് പക്ക ഒരു കർണാട്ടിക് സ്റ്റൈലിലുള്ള പാട്ടാണ്. അതുപോലെ നല്ല പെപ്പിയായിട്ടുള്ള നീ മായല്ലേ നീ മറയല്ലേ നീ മധുവിധുരാവല്ലേ, അങ്ങനെ ഏതു തരം പാട്ടാണെങ്കിലും അവരെ വളരെ മനോഹരമായിട്ടാണ് പകർന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഇട്ടു തരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പറയാൻ തുടങ്ങിയാൽ ഒരു അവസാനം ഉണ്ടാകില്ല. ആ മഹാഗായികയുടെ മുമ്പിൽ ഞങ്ങൾ എല്ലാവരുടെയും പ്രണാമം അർപ്പിക്കുന്നു എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയുന്നുള്ളൂ. ശ്രീറാം, എങ്ങനെയാണ് അവർ തെന്നിന്ത്യയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്? തെന്നിന്ത്യയിലേക്ക് കൂടുതൽ ഗാനങ്ങൾ ആലപിച്ച് നിലനിന്നത് എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും അവര് എനിക്ക് തോന്നുന്നു ഒരു 70s ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചെന്നൈയിലേക്കോ അതോ വന്നെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിനുശേഷം തന്നെ തമിഴകത്തെ ഒരുവിധം ഏറ്റവും പ്രശസ്തരായിട്ടുള്ള എല്ലാ സംഗീത സംവിധായകരും അവർക്ക് വേണ്ടി പാട്ടൊരുക്കുകയും അതിമനോഹരമായിട്ട് തന്നെ പാടിയ പാട്ടുകളെല്ലാം തന്നെ ഹിറ്റോ സൂപ്പർ ഹിറ്റുകളോ എന്ന് പറയാം. അപ്പൊ അത്ര ഭംഗിയായിട്ട് ആലപിക്കുകയും ഈ പറയുന്ന പോലെ ഉച്ചാരണ ശുദ്ധി, പറഞ്ഞു കൊടുക്കുന്ന ഭാവത്തോടു കൂടി പാടാനുള്ള കഴിവ്, പിന്നെ ഗ്രാസ്പിംഗ് പവർ, ഞാൻ നേരത്തെ പറഞ്ഞു, പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള ഒരു കഴിവ്, ഇതെല്ലാം തീർച്ചയായിട്ടും ഒരു ഗായകനോ ഗായികയ്ക്ക് വേണ്ട കഴിവുകളാണ്. ഇതെല്ലാം നിറഞ്ഞ ഒരു ഗായിക തന്നെയായിരുന്നു. ഒരു എല്ലാ തരത്തിലും മികച്ച ഒരു ഗായിക എന്ന നിലയിൽ തീർച്ചയായിട്ടും എല്ലാ സംഗീത സഭയും ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ ഒരു ഗായകനോ ഗായികയാണ്. അതുകൊണ്ട് തന്നെയാണ് അവര് തെന്നിന്ത്യയിൽ ഇത്രയും പോപ്പുലറായ. അതിനോടൊപ്പം തന്നെ കേരളത്തിലേക്ക് വന്ന പാട്ടുകൾ അവതരിപ്പിക്കാൻ നമുക്ക് ഒരുപാട് പാട്ടുകൾ ആസ്വദിക്കാൻ ഭാഗ്യം ഉണ്ടാകുകയും ചെയ്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കറിയാം, ഒരു റീ എൻട്രി നടത്തുകയായിരുന്നു ഓലഞ്ഞാലി കുരുവിയൊക്കെ എന്നുള്ള ഗാനത്തിന് വഴി. മലയാളത്തിൽ അങ്ങനെ ഒരു തിരിച്ചുവരവ് അവർ നടത്തുകയുണ്ടായി. എങ്ങനെയാണ് മലയാളം എക്കാലവും അവരെ സ്വീകരിച്ചു പോന്നിരുന്നത്? എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ആദ്യകാലത്ത് എനിക്ക് തോന്നുന്നു സ്വപ്നം എന്ന ചിത്രത്തിലെ പാട്ട് തന്നെ നമുക്കെല്ലാം അറിയാം അല്ലെ. ആ പാട്ട് അന്നും ഇന്നും വേദികളിൽ പാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്
വലിയൊരു കാര്യം. സ്വപ്നത്തിലെ ഗാനം മുതൽ ഇങ്ങോട്ട് ഇപ്പോ ഇതുപോലെ തന്നെ എന്നെ പേഴ്സണലി വല്ലാണ്ട് ഹൃദയത്തിനെ വേദനിപ്പിക്കുന്ന ഒരു പാട്ടാണ്. മാനത്തെ മാറിക്കുറുമ്പേ മായല്ലേ, അങ്ങനെ അതുപോലുള്ള പാട്ടുകൾ ഈ കാലത്തും അവർ പാടി എന്നുള്ളതാണ്. അപ്പോ ഒരു സംഗീത ആസ്വാദകൻ എന്ന നിലയിൽ ഒരു കാലം ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് ഒരു ഗായകനോ ഗായികയ്ക്കോ. എപ്പോ പാടിയാലും നമ്മളെ ഹൃദയത്തെ കടന്ന് ആക്രമിച്ച് എന്ന് വേണേൽ പറയാം. അത്ര മനോഹരമായി നമ്മളെ പാടി മയക്കുന്ന ഒരു ശബ്ദവും അല്ലെങ്കിൽ ആലാപന രീതിയും ഉള്ളൊരു ഗായിക എന്ന നിലയിൽ തീർച്ചയായിട്ടും അവരെ എല്ലാ തരത്തിലുള്ള ബഹുമാനങ്ങൾ അർഹിക്കുന്നു. ഈ അടുത്തിടെ പോലും പാടിയിട്ടുള്ള പാട്ടുകൾ നമ്മളെ അതുപോലെ തന്നെയാണ് കേൾക്കുന്നത്. നമ്മൾ അന്ന് എങ്ങനെ കേട്ടിരുന്നോ ഈ സ്വപ്നം പോലുള്ള സിനിമകൾ, അത് അർജുന മാഷയുടെ പാട്ടുകൾ, ശ്രീഭാരത് നമ്പി സാറും അർജുൻ മാഷും ടീമിന്റെ ഒരുപാട് പാട്ടുകൾ വാണിയമ്മ പാടിയിട്ടുണ്ട്. അപ്പൊ അന്ന് പാടിയ അതേ മികവോട് കൂടിയാണ് ഇന്നും പാടുന്നത് എന്നാണ് വാണിയമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യം. അതൊരു ഗായികയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം കൂടെയാണ്. പ്രായത്തിന് പോലും തടുത്തു നിർത്താനാകാത്ത രീതിയിലുള്ള ആലാപന മികവ് തീർച്ചയായിട്ടും അത് വാണിയമ്മയുടെ ഒരു കഴിവാണ്, യാതൊരു സംശയമില്ല. അതൊരു മഹാഭാഗ്യം കൂടെയാണ്, അനുഗ്രഹം കൂടെയാണ്, ദൈവാനുഗ്രഹം എന്ന് വേണേൽ പറയാം. തീർച്ചയായും എസ് ജാനകിയും പി സുശീലയും അല്ലെങ്കിൽ പി ലീലയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരോട് അവരോടൊപ്പം തന്നെ ഉയർന്നു വരുന്ന അല്ലെങ്കിൽ അവർക്കിടയിൽ നിലനിന്നിരുന്ന ഒരു ഗായിക എന്ന നിലയിൽ എങ്ങനെയാണ് താങ്കൾ വാണി ജയറാമിനെ കാണുന്നത്? തീർച്ചയായിട്ടും ആദ്യകാലത്ത് പി സുശീലാമ്മ എന്ന് പറയുമ്പോ ഇനി പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. പി സുശീലാമ്മ അന്ന് തമിഴിലും തെലുങ്കിലും പ്രത്യേകിച്ച് മലയാളത്തിലും എല്ലാ ഭാഷകളിലും കത്തി നിന്നിരുന്ന സമയത്താണ്. അതുപോലെ തന്നെ ജാനകിയമ്മയും അതുപോലെ തന്നെ തിളങ്ങി നിന്ന സമയത്താണ് ഈ വാണി ജയറാമിന്റെ എൻട്രിയും. പക്ഷെ അവരോടൊപ്പം തന്നെ പിടിച്ചു നിൽക്കാനുള്ള ആ ഒരു കഴിവ് വേണ്ടുപോലെ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ വാണിയമ്മയുടെ കൂടെ മികവ് കാട്ടി നിൽക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു. ഇത്രയും വലിയ ഗായികമാരുടെ ഇടയിലാണ് അവരും അവരുടെ സ്ഥാനം കണ്ടെത്തിയത്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാണിയമ്മയ്ക്ക്. ഈ പറയുന്ന പോലെ ഒരു പ്രത്യേകം വേറിട്ട ആലാപന ശൈലി, പാട്ട് അവതരിപ്പിക്കുന്നതിലുള്ള ഒരു ചാതുരി, എന്തോ നമ്മളെ വല്ലാണ്ട് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മളെ ആകർഷിക്കാനുള്ള ഒരു കഴിവ്, അത് ഈ പറയുന്ന പോലെ പാതി ദൈവം കൊടുത്തതും പാതി സ്വന്തം പ്രയത്നം കൊണ്ട് നേടിയെടുത്തതുമാണ് അവര്. അപ്പോൾ ഇത്രയും ഗാനകോകിലങ്ങളുടെ ഇടയിലും വേറിട്ടൊരു ശബ്ദമായി അന്നും ഇന്നും വാണിയമ്മ നമ്മുടെ എല്ലാം മനസ്സിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സവിശേഷത. ശരി, വളരെ നന്ദി ശ്രീരാം. താങ്കൾ വാണിയമ്മയെ ഓർത്തെടുത്തതിന് ഈ ഒരു സമയത്ത് നമുക്ക് എബിയിലേക്ക് തിരികെ പോകാം. എബി, അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചത്